ഹായ് നമസ്കാരം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്കുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ പലതരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ഫയൽ മാനേജറിൽ ചെന്ന് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പലരും അത് ചെയ്യാറില്ല. പലതരം ആപ്ലിക്കേഷനുകളാണ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മുടെ മൊബൈലിൽ MX പ്ലെയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. അതായത് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മിക്ക മൊബൈലുകളിലും MX പ്ലെയർ ഉണ്ടാവും. ഇതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ പ്ലേ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ലോക്കൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഇതിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ രണ്ടാമത്തെ ട്രിക്കാണ്. നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഫോണിൽ നിന്ന് നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ ഗൂഗിൾ, സെൻഡ് വാട്സപ്പ്. Who do you want to message? My net SIM. What's the message? Hi, how are you? I got, hi, how are you? Do you want to send it or change it? Send it. Sending message. നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും, ഞാൻ മൊബൈൽ തൊട്ടിട്ടില്ല, വാട്സപ്പ് എടുത്തിട്ടില്ല, എല്ലാം ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ മൂന്നാമത്തെ ടിപ്സ് ആൻഡ് ട്രിക്ക്, നമ്മളുടെ വാട്സപ്പിൽ നമുക്ക് 5 പേരിന് കൂടുതൽ എന്തെങ്കിലും ഫോർവേഡ് മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 5 പേരല്ല, എത്ര പേർക്ക് വേണമെങ്കിലും നിങ്ങളുടെ മൊബൈലിലുള്ള കോൺടാക്ട് നമ്പർ എല്ലാവർക്കും ഒറ്റൊരു സെക്കൻഡിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. വാട്സപ്പ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പെർമിഷനും അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ വരും. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഓപ്ഷനുകളുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് സേവ് ചെയ്യാം, ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. അതായത് നമ്മുടെ മൊബൈലിൽ കോൺടാക്ട് നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റുകൾ അറിയാം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ എന്തൊക്കെയാണ് വച്ചിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ക്വിക്ക് റിപ്ലൈ ചെയ്യാം, സ്റ്റോറി സ്റ്റാറ്റസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷനുകളുണ്ട്. അതേപോലെ തന്നെ ഫോർവേഡ് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർവേഡ് ചെയ്യാനുള്ള മെസ്സേജ് ഇതിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സെലക്ട് കോൺടാക്ട്സ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ കോൺടാക്റ്റുകളും ഇതിൽ കാണാൻ സാധിക്കും. എല്ലാ കോൺടാക്റ്റുകളും വാട്സപ്പിൻ്റെ കോൺടാക്റ്റുകളെല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ സെർച്ച് ഐക്കൻ്റെ അടുത്ത് 2 ടിക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് എല്ലാം സെലക്ട് ആവും. 200 കോൺടാക്റ്റ് എൻ്റെ മൊബൈലിലുണ്ട്. ആ 200 കോൺടാക്റ്റും സെലക്റ്റായി. ആ കോൺടാക്റ്റ് ഫുള്ളും ഇതിൽ സെലക്റ്റായി. അതിനുശേഷം നിങ്ങൾ ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഏതെങ്കിലും കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്ത് ഫോർവേഡ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സെൻഡ് ആവുന്നതായിരിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നോക്കിയിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകൾ അവർ കാണുന്നുണ്ടാവും. ചിലപ്പോൾ ഇവിടെ ബ്ലൂ ടിക്ക് വരാറുണ്ടാവില്ല. അവർ കാണുന്നുണ്ടോ എങ്ങനെ അറിയാൻ വേണ്ടി ഒരു സിമ്പിളാണ്. അതെങ്ങനെ കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് 2 സെക്കൻഡ് പിടിച്ച് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ മതി. ഞാൻ 1 സെക്കൻഡ് പിടിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ ആ അപ്പുറത്തുനിന്ന് മൊബൈലിൽ നിന്ന് ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യാം. ആ റെക്കോർഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഗ്രീൻ ടിക്ക് വന്നത്. ജസ്റ്റ് 1 സെക്കൻഡ്, നിങ്ങളുടെ വോയിസ് വേണമെന്നില്ല. ജസ്റ്റ് 1 സെക്കൻഡ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മെസ്സേജ് നോക്കിയോ എന്നോ അറിയാൻ പറ്റും. ഇത് ചെറിയൊരു ട്രിക്കാണ്, യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഹായ് അയച്ചിട്ടും ബ്ലൂ ടിക്ക് വരുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ചെറിയൊരു ട്രിക്കാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ മെസ്സേജ് നോക്കിയോ എന്ന് അറിയാൻ സാധിക്കും. അടുത്ത വാട്സപ്പിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകരെയോ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളുടെ മൊബൈലിൽ തന്നെ വാട്സപ്പിൽ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ഒരുപാട് പേരോട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ
നമുക്ക് പ്രത്യേകിച്ച് ഒരു കോൺടാക്റ്റ് മാത്രം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഹൈഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഈ 4ാമത്തെ ഓപ്ഷൻ ഈ ഡൗൺലോഡ് ഐക്കന് പോലുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഐക്കനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾക്ക് ഏതൊക്കെ കോൺടാക്റ്റ് നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതേപോലെ ഹൈഡ് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴ്ത്തിക്ക് നമ്മുടെ കോൺടാക്റ്റ് എല്ലാം താഴ്ത്തിക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ അച്ചീവ് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ 64 കോൺടാക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര കോൺടാക്റ്റ് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. നമ്മൾ അച്ചീവ് ചെയ്ത കോൺടാക്റ്റുകൾ ഫുള്ളും ഇതിൽ കാണാൻ സാധിക്കും. ആ കോൺടാക്റ്റുകളിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ ഗാലറിയിൽ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ വാട്സപ്പിൽ ഫ്രണ്ടിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഒരു പ്രാവശ്യം കൂടി ടാപ്പ് ചെയ്ത് പിടിക്കുക. അതേ സെയിം ഐക്കനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ ഏറ്റവും ഫ്രണ്ടിലേക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വരുന്നതായിരിക്കും. പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു ട്രിക്കാണ് ഇത് ഉപയോഗിച്ച് നോക്കുക. ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഇത്രയും ട്രിക്കുകൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം ഏതൊക്കെ അറിയില്ല എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ സിംബലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും അത് ഉടൻ തന്നെ കാണുകയും ചെയ്യാം. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.